നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്ത് ചെയ്യാനാണ് നമ്മുടെ KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കി. തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുക, എന്നിട്ട് തല്ലുകൊള്ളുക, ഈ പറയുന്ന പോലെ ചോരയൊലിപ്പിക്കുക, കൈ കൊണ്ടുപോയി കളറെടുത്ത് ദേഹത്ത് പുരട്ടേണ്ട ഗതികേടൊക്കെ ഉണ്ടായി. അങ്ങനെ സമരമുഖത്ത് നിന്ന് ശക്തരായി വാഗ്വാദം മുഴക്കി ജലപീരങ്കി അടിച്ച് ചെവിയിലും കയറ്റി ഇനി ഉള്ള എന്താ പറയുക ഈ ചെളിവെള്ളത്തിലും കുളിച്ച് നിൽക്കുന്ന നമ്മുടെ KSUക്കാരെയൊക്കെ ഇനിയും കാണുമ്പോൾ പണ്ട് VD സതീശൻ പറഞ്ഞ പോലെ അവരെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചേക്കുക. കാരണം ഇന്ന് അവരെ നോക്കി ചിരിക്കാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പൂക്കിച്ചിരി ചിരിച്ചുകൊണ്ട് നമ്മുടെ കേരളം ഒട്ടുക്ക് കറങ്ങുമ്പോഴും ഈ പൂക്കിച്ചിരി പാവപ്പെട്ട KSUക്കാരുടെ നേരെ ഉണ്ടാകുന്നില്ല, അവരെ പരിഗണിക്കുന്നില്ല. അടികൊള്ളാൻ നിങ്ങളും, അതായത് അടികൊള്ളാൻ ചെണ്ടയും പണം വാരാൻ മാരാരും എന്ന് പറയുന്ന ഒരു രീതി നമുക്കറിയാം. ഈ പാവപ്പെട്ടവന്മാർ കിടന്ന് അടികൊള്ളും, തെരുവിൽ കിടന്ന് അടികൊള്ളും. ഏറ്റവും ഒടുവിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ആ അടികൊണ്ടതിൻ്റെ ഫലമായി പണം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മേനോൻ സാറാണ്, നമ്മുടെ സതീശ മേനോൻ സാറ്. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? അവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഗവൺമെൻറ് പ്ലീഡർമാരായി ABVPക്കാരെയും സംഘപരിവാറുകാരെയും കയറ്റി അങ്ങ് കൊമ്പത്തെത്തിച്ചു. ഇതിനെക്കുറിച്ച് അവർക്ക് അതൃപ്തി ഉണ്ടെന്നേ. ആ അതൃപ്തി പരസ്യമാക്കിയപ്പോൾ ഞങ്ങളോട് ആലോചിക്കാതെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അലോഷ്യസ് സേവ്യറിനെയും അവിടെ ഇപ്പോൾ MLA ആയിരിക്കുന്ന നമ്മുടെ അബിൻ വർക്കിയെയും രണ്ടുപേരെയും കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ ചോദ്യം നോ ഇവരോടൊക്കെ ആലോചിച്ചിട്ടാണ് ഈ ഗവൺമെൻറ് ലീഡർമാരുടെ നിയമനം നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിലയില്ലാത്തവരായി കേരളത്തിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പറയാതിരിക്കാൻ വയ്യ, കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. സ്വന്തം നേതാവിന് പോലും നിങ്ങളെ കണ്ണ് കീറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ എന്ന് പറയുന്നതാണ് വസ്തുത. ആ നേതാക്കന്മാർ അവർക്ക് വേണ്ടി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അല്ലെ ഈ പറയുന്ന നമ്മുടെ സതീശ മേനോൻ സാറിന് വേണ്ടിയിട്ട് അലോഷ്യസ് സേവ്യർ അടക്കം എന്തോരം ഓടിയതാ. സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ രാജിപ്രഖ്യാപനം വരെ നടത്തിയ ഒരാളാണ് അലോഷ്യസ് സേവ്യർ. അപ്പോൾ ആ അലോഷ്യസ് സേവ്യറിനെയും തള്ളിക്കളഞ്ഞു. സ്വന്തം നിയമസഭയിലിരിക്കുന്ന ആറന്മുളക്കാരനായ ആറന്മുളയുടെ സാമാജികനായ അബിൻ വർക്കിയെയും തള്ളിക്കളഞ്ഞു. ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ഗവൺമെൻറ് പ്ലീഡർ വിഷയത്തിൽ ഇടപെടാൻ എന്നുള്ള ചോദ്യം? ഗംഭീര ചോദ്യം, അടിപൊളി ചോദ്യം. നമ്മൾ ആരും ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഒന്ന് കൈയടിക്കാതെ പോകില്ല എന്നർത്ഥം. ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ഉറക്കെ കരഞ്ഞൂടെ എൻ്റെ KSUക്കാരെ? ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉറക്കെ ഒന്ന് ഒച്ച വെച്ചൂടെ എൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാരെ? ഈ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർക്കെതിരായിട്ട് സത്യത്തിൽ അവരുടെ നേതാക്കന്മാർക്ക് പോലും നേരത്തെ മുതൽ തന്നെ യാതൊരു മതിപ്പുമില്ല. PJ കുര്യൻ എന്ന് പറയുന്ന അവരുടെ പരമോന്നതനായ ഒരു നേതാവ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി DCCയെ കുറിച്ച് പറഞ്ഞ് നമുക്കറിയാം. യൂത്ത് കോൺഗ്രസിൻ്റെ 25 പേരെ പോലും ഒപ്പിക്കാൻ കഴിയാത്ത അധപ്പതിച്ച് കിടക്കുന്ന ഒന്നാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രി അല്ലെങ്കിൽ നേതാവ് അന്ന് പറഞ്ഞു, പണ്ടൊരിക്കൽ പറഞ്ഞു, ഈ DYFIക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് അവരതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് ദൈവം സഹായിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ അന്നേ അപമാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നല്ലേ യൂത്ത് കോൺഗ്രസ്. ഇവിടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ സംഘപരിവാർ വിരുദ്ധ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടോ എവിടെയെങ്കിലും ഈ KSUക്കാരൻ്റെ ഒരു കൊടിയടയാളമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതേസമയം ഇവിടെ നമ്മുടെ ഗവർണറായിരിക്കുന്ന ആർലേക്കർ സാറ് ഈ ഭാരതാംബ എന്ന് വിളിക്കുന്ന ഒരു ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ മുഴുവൻ കയറി ഇറങ്ങിയ സമയത്തും അതിനെ ശക്തമായി എതിർത്ത ഒരു പാർട്ടി അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI മാത്രമായിരുന്നു. അന്ന് ആ സമരത്തിൽ നിന്നും ബാക്കടിച്ച് VD സതീശൻ്റെ എല്ലാ തീരുമാനങ്ങളും അനുസരിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി നിൽക്കുകയും SFIക്കാരെ ഗുണ്ടകളെന്ന് വിളിക്കുകയും ചെയ്തത് ഇതേ KSU ആയിരിക്കുന്ന അലോഷ്യസ് സേവ്യർ അല്ലേ? ഇപ്പോൾ അലോഷ്യസ് സേവ്യർ ജി, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ നേതാവിനെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. നിങ്ങളുടെ നേതാവ് സംഘപരിവാറിനെതിരെ പടവാളെടുത്ത ഒരാളാണെന്നും കേരളത്തിൻ്റെ മതേതരത്വം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന ഒരാളാണെന്നും എപ്പോഴെങ്കിലും അലോഷ്യസ് സേവ്യറെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായി തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക. കാരണം അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇന്നിതാ തങ്ങളുടെ ആവശ്യങ്ങളിൽ അറിയിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചിട്ട് ഒന്ന് കാണാൻ പോലുമുള്ള അനുവാദം നൽകിയില്ല.
എന്ന് ആലോചിച്ച് നോക്കി. വിദ്യാർത്ഥി പ്രസ്ഥാനം എന്തിൻ്റെ? കോൺഗ്രസിൻ്റെ. അതേസമയം നമുക്കറിയാം RV ബാബു കഴിഞ്ഞ ദിവസം അവിടെ പോയി കണ്ട് മുഖ്യമന്ത്രി ഓഫീസിൽ പോയി കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. ശശികല എന്ന് പറയുന്ന കേരളത്തിലെ എക്കാലത്തെയും മികച്ച വർഗീയവാദിയായിരിക്കുന്ന ഒരു സ്ത്രീ, അവരും ഈ RV ബാബുവും കൂടെ ചെന്നിട്ടാണല്ലോ അവിടെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കത്ത് നൽകിയത്, നിവേദനം നൽകിയത്. എന്നിട്ട് കൂടി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ വിഷം ചിന്തിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരെ കാണുന്ന കാര്യത്തിൽ യാതൊരു മടിയും വിചാരിച്ചില്ല നിങ്ങളുടെ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ. കാണിച്ചില്ലല്ലോ. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും NDAയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ സഖ്യകക്ഷികളിലൊന്നായ BDJSൻ്റെ നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളി വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഒരക്ഷരം പോലും കമ എന്നൊരു അക്ഷരം പറയാതെ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് നിങ്ങളുടെ മുഖ്യമന്ത്രി VD സതീശൻ എന്നാണെന്നേ. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയായിരുന്നു VD സതീശൻ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് പറഞ്ഞത്? ഇവിടെ M ശ്രീയുമായി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയതിൽ തെറ്റില്ലേ എന്ന് ചോദിക്കുകയായിരുന്നു. അതാണോ മറുചോദ്യം? എന്നാൽ ഇത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുകയല്ലേ വേണ്ടത്. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ നേതാക്കന്മാരെ കാണാൻ അനുവദിക്കാതിരിക്കുകയും മറിച്ച് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി നൽകുകയും ചെയ്യുന്ന നിങ്ങളുടെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പൂക്കി സതീശ മേനോൻ സാറിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുക? അതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അതിന് കൃത്യമായി മറുപടി പറയേണ്ടത് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ അതിന് പകരം, ആ മറുപടിക്ക് പകരമായി പണ്ട് എപ്പോഴോ എന്തോ എവിടെയോ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ M ശ്രീ അങ്ങനെ എന്തോ ഒരാൾ, ശ്രീ M എന്ന് പറയുന്ന ഒരാളെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിനെ കൊണ്ട്, അതായത് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന സമീപനമാണ് ശരിക്കും മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ ക്ലാരിഫൈ ചെയ്യാൻ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? മുഖ്യമന്ത്രി ആയതിനു ശേഷം മൂകാംബിക ദർശനത്തിന് പോയി, സമ്മതിച്ചു, അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും മൂകാംബികയിൽ കൊല്ലൂരിൽ പോകുന്നുണ്ട്, അത് തെറ്റൊന്നുമല്ല. പക്ഷേ അതിനു മുൻപ് മംഗലാപുരത്തേക്ക് നടത്തിയ യാത്രയെക്കുറിച്ച് ചോദിച്ചിട്ട് ഇന്ന് വരെ ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു വായിൽ നിന്നൊരു അക്ഷരം അതുമായി ബന്ധപ്പെട്ട് വീണിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ പറയുന്ന സ്വന്തം പാർട്ടിയിൽപ്പെട്ട വിദ്യാർത്ഥി നേതാക്കന്മാരെയും യുവജന പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരെയും തള്ളിപ്പറയുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സ്വന്തം നേതാവായ VD സതീശനില്ല. അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടത് എവിടെയാണ്? അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ത്രീപീഡകനായ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ പെണ്ണ് കേസിൽ ആരോപിതനായ ഒരാളെ പിടിച്ച് പടിയടച്ച് പിണ്ണം വെക്കുന്നിടം മുതൽ ഈ പറയുന്ന VD സതീശന് യൂത്ത് കോൺഗ്രസ്സുകാരോടുള്ള കലിപ്പ് കാണാം. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് കേട്ടോ. അതായത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൽപ്പെട്ട പ്രധാനികളെല്ലാം VD സതീശനെതിരായി തിരിയുന്നത്? കാരണമുണ്ട്. എന്താണ്? ഈ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് VD സതീശൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനാണ് രാജാവ്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ഇന്ന് പകല് കാണിച്ചു തന്നിട്ട് ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം എന്ന് തീട്ടൂരം ഇറക്കിക്കൊണ്ട് നിൽക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരാളായി നമ്മുടെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അലോഷ്യസ് സേവ്യറെ, പ്രിയപ്പെട്ട അബിൻ വർക്കി, നിങ്ങളൊക്കെ അനുഭവിക്കൂ, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതകാലം അത്രയും, ഈ പ്രായം അത്രയും, എല്ലാവർക്കും 10-30 വയസ്സിന് വേണ്ടി പ്രായമായല്ലോ. നിങ്ങളെല്ലാവരും ഇക്കാലം അത്രയും KSUവിന് വേണ്ടിയിട്ടും യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടും അടികൊണ്ടതും തെരുവിൽ കിടന്ന് ഇഴഞ്ഞതും ദേഹത്ത് ചായം വാരി പൂശിയതും ചെളിവെള്ളത്തിനകത്ത് കുളിച്ചൊരുങ്ങി നിന്നതും ഇതെല്ലാം ഇങ്ങനെ അവഗണനകളും തിക്താനുഭവങ്ങളും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. നിങ്ങൾക്ക് പകരമായി RV ബാബുവും ഈ പറയുന്ന ശശികലയും അടക്കമുള്ള നേതാക്കന്മാർ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ കയറി ഇറങ്ങുന്ന നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും എന്നുള്ളതാണ് ഇനിയത്തെ രാഷ്ട്രീയ മാറ്റമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.